എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റ് വെച്ച് കൺസ്യൂം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിതിൻ 2 months itself ആ ഡിഫറൻസ് കാണാൻ തുടങ്ങും. യു ഗെറ്റ് എ മോർ ബ്രൈറ്റർ ആൻഡ് ഗ്ലോ. ബ്രൈറ്റർ പെൺകുട്ടിയുടെ പേരാന്ന് വിചാരിക്കും. ചെറിയ പെൺകുട്ടി. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ കാണിക്കാൻ കാര്യം ഇവർ അത്രത്തോളം നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമല്ലോ. പിന്നീട് പറഞ്ഞാൽ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കാം. ബൈ. ഇത് കേട്ടിട്ട് ഇനി ഉടനെ തന്നെ പോയി വാങ്ങിച്ചോളാം കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ ഇതുപോലെ താമസിച്ചിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനത്തെ ആഡുകളും മറ്റ് ഇത് പ്രൊമോഷൻസൊക്കെ കണ്ടിട്ട് ഈ ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള എന്തോന്ന് ഈ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന വൈറ്റനിങ്ങിന് പുള്ളിക്കാരിക്ക് ഈ സ്കിന്ന് ഡാർക്ക് ആവുക, അത് പിന്നെ കട്ടിയായി അതൊരു പാച്ചസ് ആയിട്ട് വരുമായിരുന്നു സ്കിന്നിലൊക്കെ. അപ്പോൾ അത് പോകാൻ വേണ്ടി അപ്പോൾ ഇത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ പുള്ളിക്കാരിക്ക് ഡയാലിസിസ് മാത്രമേ ഇനിയൊരു മുന്നോട്ടുള്ളതിനെ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആളുടെ ഇതങ്ങ് വഷളായി. പിന്നെ അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. കാരണം ആ കുട്ടി കുറേയൊക്കെ ഓക്കെ ആകുമായിരുന്നു, മെഡിസിൻസിനൊക്കെ നല്ല ഇതായിരുന്നു, ആ കുട്ടിക്ക് ഓക്കെ ആയിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു അവസ്ഥ വഷളാവുകയും ഇത്ര ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡാണ്. ഇത് ആക്ച്വലി സേഫ് ആണോ? ഗ്ലൂട്ടത്തോൺ അത്ര സേഫ് ആയിട്ടൊരു മെഡിസിൻ അല്ല. അപ്പം ഇത് അൺസേഫ് ആയിട്ടുള്ള ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. കിഡ്നി ഡിസീസ്, ക്രോണിക് ആയിട്ട് ഇൽനെസ് ഉള്ള ആൾക്കാർക്കായിരുന്നു ഇത് പണ്ട് കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ആസ്മാറ്റിക് ആൾക്കാർക്ക് നമുക്ക് ഗ്ലൂട്ടത്തോൺ അണ്ടർ എക്സ്പെർട്ട് സൂപ്പർവിഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർ, ഇവർക്കൊന്നും ഗ്ലൂട്ടത്തോൺ ഇതൊക്കെ പറയുന്നുണ്ടോ ശില്പ ബാലടക്കമുള്ള ആൾക്കാർ? ഏതൊക്കെ കണ്ടീഷനുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വ്യക്തമായി ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വെളുത്തിട്ട് പാറണ്ടേ? വെള്ള ഉടുപ്പ്, വെള്ള ഷർട്ട്, വെള്ള മുഖം, വെള്ള കളറ്, വെള്ള ഫിൽട്ടർ, വെളുത്തിട്ട് പാറണം നമുക്ക്. ഓക്കെ, നടി ശില്പ ബാല പുള്ളിക്കാരത്തി ഒരു ആങ്കറൊക്കെയാണ്. അതുപോലെ തന്നെ ദുബായിൽ എന്തോ സെറ്റിൽഡൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രോഗ്രാംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത്യാവശ്യം ഫിനാൻഷ്യലി ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ശില്പ ബാലയോട് നേരിട്ടൊരു ചോദ്യം, എന്തിനീ ചീപ്പ് പരിപാടി നിങ്ങൾ കാണിക്കുന്നു? നടിഭാവനയോടൊപ്പം രഞ്ജിനി ഹരിദാസിനോടൊപ്പം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർക്ക് അത്രയും വളരെയധികം നല്ല ബന്ധങ്ങളും നല്ല സർക്കിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫെയിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നിട്ടും എന്തിനാണ് ഇത്രയും ആൾക്കാരെ ഈ കുഴി ചാടിച്ചിട്ടുള്ള പൈസ ഉണ്ടാക്കാനുള്ള ആക്രാന്തം? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. എന്തിനാണ് ഈ പൈസയൊക്കെ കൊണ്ട് നിങ്ങൾ അംബാനിയേക്കാൾ പണക്കാരനാവാൻ വേണ്ടിയിട്ടാണോ? കർമ്മ എന്നുള്ള സാധനം ഉണ്ടേ. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കുട്ടിയുടെ ഒരു വല്ലാത്ത ഗതികെട്ടൊരവസ്ഥ, ഇതുപോലുള്ള കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തൊക്കെ ഓരോ സാധനം വാങ്ങി കഴിച്ച ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ നിങ്ങളെ ഞാൻ എൻ്റെ വോയിസ്, എൻ്റെ സഹോദരി സംസാരിക്കുന്ന വോയിസും കൂടെ കേൾപ്പിച്ചു തരാം. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതുപോലുള്ള ഗുണവധികാരങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകൾക്കൊന്ന് അയച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ആർക്ക് അയച്ചു കൊടുക്കണമെന്നോ ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. ബട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. താഴെ ലിങ്ക് എന്ന് ചോദിച്ചിട്ട് കുറേ അധികം വിവരമില്ലാത്ത ടീമുകൾ ഇപ്പോഴും ലിങ്ക് അയച്ചു വെളുക്കണം. കറുപ്പെന്നുള്ളൊരു നിറം, മെലാനിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഒരു കളറ് വെച്ച് മാറിക്കഴിഞ്ഞാൽ ആ കളർ എന്താണ് കളർ കൂടിയെന്ന് വെച്ചാൽ നിറം കൂടിയിരുന്നു കഴിഞ്ഞാൽ വെളുപ്പല്ല ഉദ്ദേശിക്കുന്നത്, കറുപ്പിനെ അങ്ങോട്ട് ടാർണിഷ് ചെയ്യുക. അല്ലെങ്കിൽ കറുത്ത നിറം വേണ്ട, ഇവിടെ മൊത്തം നമുക്ക് വെളുക്കാം. അതിനുള്ള കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു തരത്തിലുള്ള വൈദഗ്ധ്യമോ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ അതിനുള്ള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുന്തം അറിഞ്ഞുകൂടാതെ ഇങ്ങനെയൊക്കെയുള്ള വന്നിരുന്നുണ്ട് അങ്ങ് അപരാധം പോലെ പറഞ്ഞ് പടച്ച് വിടുകയാണ്. ഞാൻ ഇത്രയും വൈകാരികമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ആ പറയുന്നതല്ല, എനിക്ക് അയച്ചു കിട്ടിയ വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും കേട്ടോ, ഇതൊക്കെ എത്രമാത്രം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഞാൻ ആദ്യം ശില്പ ബാലയുടെ ആ പ്രൊമോഷൻ കാണിക്കാം. ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുന്നത് വ്യക്തമായി കേൾപ്പിച്ചു തരാം, നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഒന്നൊന്നായിട്ട് കാണാം. ആദ്യം 2 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇതിന് 56 rupees മാത്രം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു വീടിന്റെ കളറും ശില്പ ബാലയുടെ കളറും എല്ലാ കളറും ഒരുപോലെയാണ്. അതായത് ഈ സാധനം ഭയങ്കരമായിട്ട് ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാന്തര ഫിൽറ്ററും കൂടെ അടിച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് മൊത്തം കളറാണ്. ഇത്രയും വലിയ കളറൊക്കെ വയ്ക്കും കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് അടിച്ചു കഴിഞ്ഞാൽ. ടാബ്ലറ്റ് ഈ ഒരു ടാബ്ലറ്റ് ആണ് എന്റെ സ്കിന്നിന്റെ മിക്ക പ്രശ്നങ്ങളും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സോൾവ് ചെയ്യുന്നത്. എല്ലാ ഈ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞൊരു പരിപാടിയാണ്, എൻ്റെ ഈ ഒരു ടാബ്ലറ്റ്, അതുപോലെ എൻ്റെ ഈ ഒരു ഫേസ് ക്രീം, എൻ്റെ ഈ ഒരു സാധനം, എൻ്റെ ഈ ഒരു സാധനം, എൻ്റെ ഈ മറ്റേ സാധനം, ഇതാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. അടുത്ത ആഴ്ച ആകുമ്പോൾ ഈ സാധനമാകും, അതിൻ്റെ അടുത്ത ആഴ്ച വേറെ സാധനമാകും. എന്നിട്ട് ഇവരൊക്കെയോ ഈ പ്രൊമോഷനിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് നല്ല ഒന്നാം തരം ട്രീറ്റ്മെൻറ്റുകൾ എടുക്കും. മനസ്സിലായി? മറ്റേ ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അറിയാമല്ലോ, എസ്തെറ്റിക്കിൻ്റെ സംഭവമായിട്ട് ഇഷ്ടം പോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടും.
പുറത്തുള്ള അവർ നല്ല വില കൂടിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് ഇവരുടെ ബോഡി അതുപോലെ തന്നെ സ്കിന്നൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ പ്രൊമോഷൻ തരുന്ന സാധനം കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ശരീരം സെറ്റാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും. നോക്കാം. നമ്മുടെ സ്കിന്നിന് പിഗ്മെന്റേഷൻ, ഡൾനെസ്, അൺഈവൻ സ്കിൻ ടോൺ തുടങ്ങിയ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആണ് HK Vitals-ന്റെ ഗ്ലൂട്ടതയോൺ ടാബ്ലറ്റ്. HK Vitals-ന്റെ ഒരു ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഫിസ് അങ്ങ് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഹാസ് 0 added sugar and it's absolutely safe to consume. നോ സൈഡ് എഫക്ട്സോ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. നോ ആഡഡ് ഷുഗർ, ഓക്കെ. നോ സൈഡ് എഫക്ട്സ് എന്നും കൂടെ പറഞ്ഞു. ആരാ പറയുന്നത്? ശില്പ ബാല. ടാബ്ലറ്റിലും 600 mgl ഗ്ലൂട്ടതയോണും വിറ്റമിൻ സിയും ഉണ്ട്. ദാറ്റ് സോൾവ്സ് പിഗ്മെന്റേഷൻ, ടാനിങ്, ഡാർക്ക് സ്പോട്സ്, ഡൾനെസ് ആൻഡ് ആക്ച്വലി മേക്സ് ദ സ്കിൻ സോ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ്. മൈ ഗ്ലോയിങ് സ്കിൻ ഇസ് പ്രൂഫ്. ഐ ജസ്റ്റ് കനോട്ട് ഡു വിതൗട്ട് ദിസ് പ്രോഡക്റ്റ്. ശരിക്കും ഒരുപാട് മാസങ്ങളായി ഞാനിത് യൂസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റ് വെച്ച് കൺസ്യൂം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിതിൻ 2 months itself ആ ഡിഫറൻസ് കാണാൻ തുടങ്ങും. യു ഗെറ്റ് എ മോർ ബ്രൈറ്റർ ആൻഡ് ഗ്ലോ. ബ്രൈറ്റർ, അതായത് ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താടേ? ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താ? എനിക്കറിയില്ല, നിങ്ങൾ പറയൂ. സ്കിൻ, ഗ്ലോയിങ് സ്കിൻ, ബ്രൈറ്റ്, ഒപ്പം റിഡക്ഷൻ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഒപ്പം നല്ല ഈവൻ സ്കിൻ ടോൺ ആയിരിക്കും. അപ്പൊ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ www.hkvitals.com പോവാ. ബാല 10 എന്ന കോഡ് യൂസ് ചെയ്താൽ ഡിസ്കൗണ്ടും കിട്ടും. ബാല 10 എന്ന കോഡ് യൂസ് ചെയ്ത് ഞാൻ പുള്ളിക്കാരത്തേക്ക് അതിനുള്ള പൈസയും കിട്ടിക്കോളും. കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആട്ടോ. ഇതിന്റെ കമന്റ് ബോക്സ് എന്താണെന്ന് അറിയത്തില്ല, പ്രൊമോഷൻ ആയിട്ടായിരിക്കും. ശില്പ ബാലയെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ശില്പ ബാലയുടെ നമുക്കൊരു കുറച്ച് സുഹൃത്ത് വലയങ്ങൾ ചേർന്നുള്ള വീഡിയോസും കൂടെ കാണാം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ശില്പ ബാല. രമ്യ നമ്പീശൻ, ഓക്കെ. ഇതാണ് ശില്പ ബാലയ്ക്ക് വളരെ വലിയൊരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ വേദന. എന്താ ഇഷ്ടം? കറുമുറു സാധനങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ അനൂപി എന്നൊരു പെൺകുട്ടിയുടെ പേരാന്ന് വിചാരിക്കും. ചെറിയ പെൺകുട്ടി. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ കാണിക്കാൻ കാര്യം ഇവർ അത്രത്തോളം നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവർ ഡോക്ടറാണോ നോക്കട്ടെ കേട്ടോ. ഡോക്ടറാണെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാം തിരിച്ചെടുക്കണം. ഓക്കെ, ആർട്ടിസ്റ്റ്, ഓക്കെ. ഡ്രീമിങ് 3 lakhs പ്ലസ് വൈറ്റി ഫാം ഫോർ ബിസിനസ് എൻക്വയറീസ് ശില്പ ബാല. ഓക്കെ യൂട്യൂബ്. ഓക്കെ, ഡോക്ടർ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശില്പ ബാലയുടെ ഒരു ചോദ്യം, നിങ്ങൾക്കിത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള എന്ത് തരത്തിലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അതിനുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള എന്തൊരു ബാക്ക്ഗ്രൗണ്ടാണുള്ളത്, എന്തൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടാണുള്ളത്? നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അഥവാ ഈ ഒരു സാധനം നിങ്ങൾ ഈ പറയുന്ന ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ അത് ഏതൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാം? ഏതൊക്കെ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക്, ഏതൊക്കെ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക്, ഏതൊക്കെ കണ്ടീഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, എത്ര വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ, ഏതൊക്കെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു ഭയങ്കര സ്കിൻ ബ്രൈറ്റൺ ആവും, ഗ്ലോ ആവും, മറ്റത് മറിച്ചത്. ബാക്കിയുള്ളതൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? വാങ്ങിച്ച് കഴിക്കുന്നവൻ അത് കഴിച്ച് അനുഭവിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണോ? നിങ്ങളും ഇൻഫ്ലുവൻസർ കഴിഞ്ഞില്ല. മതിയേ. ഞാൻ അടുത്തൊരാള് റിസൾട്ട് എവിടെ, റിസൾട്ട് കിട്ടിയോ എന്നൊക്കെ ഒരുപാട് ലൈഫ് ചോദിച്ചു. ഫൈൻ ഗായന്തികയോ ഇത് പേര് എനിക്ക് തെറ്റിട്ടുണ്ട്, ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നില്ല. ഗായന്തികയാണോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ജയന്തികയോ? സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. സോ സ്കിൻ കെയർ എന്തൂസിയാസ്റ്റിക് എന്ന കിടക്കുന്നത് കേരള TV നമ്മുടെ നാട്ടുകാരിയാണല്ലോ. ബാംഗ്ലൂരും. ഓക്കെ, മൈ ഓഫ്ലൈൻ ലൈഫ്. അതൊക്കെ ഇതാണ് സംഭവം. പുള്ളിക്കാരത്തി യൂട്യൂബറൊക്കെയാണോ? എനിവേ ഇവരൊരു ഇൻഫ്ലുവൻസറാണ്. 100K പ്ലസ് എന്താണ് ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റയിലുണ്ട്. അപ്പം അവർ ഇത് സംഭവം ഓരോരോ പ്രോഡക്റ്റുകൾ സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെ പ്രൊമോഷൻ തന്നെയാണ് കേട്ടോ. സോ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികം, വളരെ സ്വാഭാവികം. റിസൾട്ട് പറയാനുള്ള ടൈം ആയത്. കഴിഞ്ഞ തവണ ഗ്ലൂട്ടാത്തോണിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരാണ് എന്നോട് HK Vitals ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് ഈ ഐറ്റം. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. ഇതിനകത്തെന്ന് പറയുന്നത് 600 mg ഗ്ലൂട്ടാത്തോണാണുള്ളത്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ C, വൈറ്റമിൻ E, ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് ഉള്ള
ഉള്ളതുകൊണ്ട് തന്നെ ലിവർ ഡീടോക്സിഫൈ ചെയ്യാൻ, മെലനിൻ പ്രൊഡക്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ, പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി ഓവറോൾ സ്കിൻ റെജുവിനേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഡെയിലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് എന്നുള്ള രീതിയിലാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. നോ ആഡഡ് ഷുഗർ ആണ്, അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സംഭവം ഭയങ്കര അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള യൂസേജിൽ. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറും പുറത്ത് ചെയ്യണം, അത് വളരെ നിർബന്ധമാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമല്ലോ. യൂസേജിൽ അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറും പുറത്ത് ചെയ്യണം, അത് വളരെ നിർബന്ധമാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമല്ലോ. പിന്നീടെന്ന് പറഞ്ഞാൽ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്, ട്രൈ ചെയ്ത് നോക്കുക. ബൈ. ഇത് കേട്ടിട്ട് ഇനി ഉടനെ തന്നെ പോയി വാങ്ങിച്ചോളാം കേട്ടോ. ഇനി ഈ സാധനത്തിന്റെ അകത്ത് ഒരു കാര്യം കൂടെ, റിസൾട്ട് എവിടെ, റിസൾട്ട് കിട്ടിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഫൈനലി ഇപ്പോഴാണ് റിസൾട്ട് പറയാനുള്ള ടൈം ആയത്. കഴിഞ്ഞ തവണ ഗ്ലൂട്ടാത്തൈനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരാണ് എന്നോട് HK വൈറ്റൽസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ ഗ്ലൂട്ടാത്തോൺ യൂസ് ചെയ്ത് പുള്ളിക്കാരത്തി ഈ ഒരു സാധനം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം കാണുന്ന മൊത്തത്തിലുള്ള ചേഞ്ച് ആണ് ഇവർ കാണുന്നത്. സോ നമുക്ക് ഇവരുടെ കുറച്ച് നാളിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് പറഞ്ഞതിന് ഒരു മാന്യതയും സെറ്റപ്പ് ഒക്കെ വേണ്ട. കാരണം കുറച്ച് നാളിന് മുമ്പ് വളരെ കുറച്ച് നാളിന് മുമ്പാണ് ഈ സാധനം ഉപയോഗിക്കാൻ ശ്രമിച്ചത്. നമുക്ക് കുറേ അധികം ബാക്കിലോട്ട് പോകാം. ഇവരുടെ വീഡിയോസിൻ്റെ അകത്ത് ഇവരുടെ കളർ നേരത്തെ എങ്ങനെയായിരുന്നു നോക്കാം. ഇപ്പോഴാണോ നേരത്തെ ഈ കളർ ഇങ്ങനെ തന്നെയാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മര്യാദ വേണ്ടടേ, ഒരു മര്യാദ അല്ലേ. ഈ പുള്ളിക്കാരത്തി ജന്മനാൽ നല്ല എന്താണ് ഈ ഒരു കളറുള്ള സ്കിൻ കെയർ, ഈ ഒരു കളർ തന്നെ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറേ ആയി ഇത് ബാക്കിലോട്ട് വന്നിട്ട്. ഇത് കുറേ അധികം പുറകോട്ട് പോയി. കുറേ അധികം പുറകോട്ട് പോയിട്ടും ഈ കുട്ടിയുടെ മുഖം വളരെ ഫെയറാണ്. ആ ജന്മനാൽ അങ്ങനെയാണ്. അതായത് ഗ്ലൂട്ടാത്തോണിൻ്റെ ഫലമൊന്നുമല്ല, കണ്ടല്ലോ. എന്നിട്ടും ഇത് കഴിച്ചതിന് ശേഷം വീണ്ടും വെളുത്തു എന്ന് പറയും. ഇനി അടുത്ത ആഴ്ച വേറൊരു പ്രോഡക്റ്റ് ഇട്ടുമ്പോൾ അത് കഴിച്ചിട്ട് അതിനെക്കാട്ടി വെളുത്തു എന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ടും സാക്ഷര കേരളം എന്ന് പറയുന്നു 100% ലിറ്ററസി റേറ്റ് എന്നൊക്കെ പറഞ്ഞ് മറ്റവരൊക്കെ അന്ന് പാജിയൊക്കെ നമ്മളെ കളിയാക്കിയതിന് അർത്ഥമുണ്ടടേ, സത്യമുണ്ടടേ. ഇത്രയും വിവരമില്ലാത്ത ആൾക്കാർ പോയിട്ട് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ലിങ്ക് ചോദിക്കുന്നു. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി മുഖത്ത് തേക്കുന്നു. അതിനുശേഷം അത് ഇതുപോലെ ഉള്ളിലേക്ക് കഴിക്കുന്നു. ഡോക്ടറിൻ്റെ നിർദ്ദേശമോ ഒരു കൺസൾട്ടിങ് ഏതെങ്കിലും ഒരു നമ്മുടെ ഡെർമറ്റോളജിസ്റ്റോ അതുപോലെ സ്കിൻ കെയർ ഡോക്ടേഴ്സോ ഇവരാരും ഒന്നും അവരോടൊന്നും ചോദിക്കാതെ പോയിട്ട് ഇവരെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് വാങ്ങി കഴിക്കുന്നു. ഇനി ഒരു ഡോക്ടർ പറയണത് കേൾക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആണ്. നവ്യ നായരുടെ ഒരു ഫോട്ടോയാണ്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചത് അങ്ങോട്ടേക്ക്. നവ്യ നായർ ഇവരൊക്കെ സത്യം പറഞ്ഞ പൂവിട്ട് പൂജിക്കണം ഇവരെയൊക്കെ. സത്യം, ഞാൻ കളി പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഇനി നമുക്ക് ആ വോയിസ് കേൾക്കാം, ആ കുട്ടിയുടെ അവസ്ഥ. അതായത് എനിക്ക് വന്നേക്കുന്നൊരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഞാൻ ഇത്ര ഇത് ശ്രദ്ധിക്കാൻ കാരണം എൻ്റെ ഒരു റിലേറ്റീവ്, ഓക്കെ, അവരുടെ ഫാമിലി മെമ്പർ തന്നെ മോളെ കിഡ്നി ഫെയിലിയർ ഉള്ളതുകൊണ്ട് കുറച്ച് കളറൊക്കെ ഡിമ്മാവാൻ തുടങ്ങി. കിഡ്നിയുടെ കണ്ടീഷൻ മോശമായപ്പോൾ കുറച്ച് കളർ ഡിമ്മാവാൻ തുടങ്ങി. ഇതൊക്കെ വാങ്ങി വീട്ടിൽ അറിയാതെ കുടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് ബാഡ് സ്റ്റേജ് ആണ്. എനിക്ക് അവളുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവർ പറയുന്ന വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. തീർച്ചയായും എൻ്റെ സിസ്റ്ററിനത് പറ്റി. അപ്പോൾ കിഡ്നി പ്രോബ്ലംസ് ഉള്ള കുട്ടിയാണ്, മരുന്ന് കഴിച്ചിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ ഇതുപോലെ താമസിച്ചിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനത്തെ ആഡുകളും മറ്റ് ഇത് പ്രൊമോഷൻസൊക്കെ കണ്ടിട്ട് ഈ ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള എന്തോന്ന് ഈ വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന വൈറ്റനിങ്ങിൽ പുള്ളിക്കാരിക്ക് ഈ സ്കിന്ന് ഡാർക്കാവുക, അത് പിന്നെ കട്ടിയായി അതൊരു പാച്ചസ് ആയിട്ട് വരുമായിരുന്നു സ്കിന്നിലൊക്കെ. അപ്പോൾ അത് പോകാൻ വേണ്ടി അപ്പോൾ ഇത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ പുള്ളിക്കാരിക്ക് ഡയാലിസിസ് മാത്രമേ ഇനിയൊരു മുന്നോട്ടുള്ളതിന് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആളുടെ ഇതങ്ങ് വഷളായി. പിന്നെ അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. കാരണം ആ കുട്ടി കുറേയൊക്കെ ഓക്കെ ആകുമായിരുന്നു, മെഡിസിൻസിനൊക്കെ നല്ല ഇതായിരുന്നു, ആ കുട്ടിക്ക് ഓക്കെ ആയിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു അവസ്ഥ വഷളാവുകയും ഇത്ര ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ഇത് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതെൻ്റെ ഒരു ഇതാണ്. പക്ഷേ അത് നടന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ആഡുകളും പ്രൊമോഷൻസും ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും അവരുടെ ഫാമിലിക്കൊക്കെ വരുന്ന ഒരു തരം ട്രോമ ആയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം. അപ്പം നമ്മൾക്കും അത് കാണുമ്പോൾ ടെൻഷൻ ആവുകയാണ്.
അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം കാണും പിന്നെയും ഓരോ സ്ഥലത്ത് പിന്നെയും ഇത് തന്നെ വീണ്ടും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഉള്ളൊരു സങ്കടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ, ഡെർമറ്റോളജിസ്റ്റ് ഒന്നും പിന്നെ ആവശ്യമില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ. ഇതൊക്കെ അങ്ങ് വാങ്ങി എല്ലാവരും അങ്ങ് കുടിച്ചാൽ പോരെ. കുറച്ച് ആഫ്രിക്കയിൽ കൊണ്ടുപോയ കുറച്ച് അധികം സെയിൽ നടക്കുമല്ലോ. ഞാൻ പറയാണ് ആരെയും അധിക്ഷേപിച്ചല്ല, പക്ഷേ ഇതാണ് നടക്കണേ. ഈ പ്രൊമോഷൻ കാണുമ്പോൾ വരുന്നൊരു സങ്കടം കൊണ്ട് പേഴ്സണലി നമുക്കതൊരു ഇതുള്ളതും കൂടെ ആയിരിക്കും നമുക്ക് കൂടുതൽ വിഷമാവണേ. അത്രയേ ഉള്ളൂ. അതെ, നിങ്ങൾ റിയാക്ട് ചെയ്താൽ ഭയങ്കര സന്തോഷം. കാരണം കുറേ പേരിലേക്ക് ഒന്നും കൂടി അത് എത്തുക എന്നുള്ളതാണ്. ഒരുപാട് പേരിൽ ഇതുപോലെ അറിയാണ്ട് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. താങ്ക് യു എനിവേ, റിപ്ലൈ തന്നല്ലോ അങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കേട്ടല്ലോ അല്ലേ. ഇത് വളരെ ശോചനീയമായ ഒരു കിഡ്നിക്ക് ഒരു ഡാമേജ് ഒക്കെ ഉള്ള ഒരു കുട്ടി ഈ ഒരു കാരണത്താൽ അവരുടെ ആ ഒരു വിഷയം കാരണം അവർക്ക് കളറൊക്കെ ഒരുമാതിരി ഡള്ളായി മാറിയപ്പോൾ ഇതേപോലുള്ള ആഡുകൾ പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും അവസാനം ഈ കുട്ടി ഇപ്പോൾ ഡയാലിസിസിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. പലതും ഞാനിപ്പോൾ കൂടുതലായിട്ട് പുറത്ത് വിടാത്തതുകൊണ്ടാണ് അവർ അതിനുള്ള ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് വിശദവും വ്യക്തവുമായി പറയുന്നു. വേണമെന്നുള്ളവർക്ക് ഞാനിത് പറയുന്നതൊക്കെ നമ്മളിതൊക്കെ പറയുന്നതൊക്കെ യൂസ്ലെസ് ആടേ, വെറുതെ നമ്മുടെ നാട്ടുകാരും നമ്മളെ ഈ മലയാളികളെന്ന് പറയുന്ന ആൾക്കാരും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടു പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലിറ്ററസി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ നിങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് വേറെ കുറേ ആൾക്കാർ പോക്കറ്റ് നിറയ്ക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് ചെന്ന് തല വെച്ച് കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾ വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തൈൻ ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡാണ്. ഇത് ആക്ച്വലി സേഫ് ആണോ? ഗ്ലൂട്ടത്തൈൻ അത്ര സേഫ് ആയിട്ടൊരു മെഡിസിൻ അല്ല. അപ്പം ഇത് അൺസേഫ് ആയിട്ടുള്ള ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. കിഡ്നി ഡിസീസ്, ക്രോണിക് ആയിട്ട് ഇൽനെസ് ഉള്ള ആൾക്കാർക്കായിരുന്നു ഇത് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. വെച്ചാൽ ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ആസ്മാറ്റിക് ആൾക്കാർക്ക് നമുക്ക് ഗ്ലൂട്ടത്തൈൻ അണ്ടർ എക്സ്പെർട്ട് സൂപ്പർവിഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർ, ഇവർക്കൊന്നും ഗ്ലൂട്ടത്തൈൻ പറയുന്നുണ്ടോ? ശില്പ ബാലടക്കമുള്ള ആൾക്കാർ ഏതൊക്കെ കണ്ടീഷനിലുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വ്യക്തമായി ഉണ്ട്. അത് ഒരു നല്ലൊരു എന്താണ് വളരെ സിവിയർ ആയിട്ടുള്ള ഇൽനെസ് ഉള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇപ്പോൾ വളരെ സുതാര്യം വളരെ ഇതായിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചു കുടിച്ചോ വെളുക്കും എന്ന് പറയുന്നത് സേഫ് അല്ല. ഗ്ലൂട്ടത്തൈൻ ഒരു സേഫ് ആയിട്ടുള്ള മെഡിസിൻ ആണെന്ന് വിചാരിച്ച് വെളുക്കാൻ വേണ്ടി മാത്രം പോയി ഗ്ലൂട്ടത്തൈൻ എടുക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ലോങ് ടേം എഫക്റ്റ് ആയിട്ട്. അത് ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആന്റി ഓക്സിഡന്റ് കാറ്റഗറിയിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഫുഡും തന്നെ നമുക്ക് ഒത്തിരി ആന്റി ഓക്സിഡൻസ് കിട്ടും, ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടും. ഇപ്പോൾ ഒരു IV അല്ലെങ്കിൽ ഒരു നമുക്ക് ഇന്റേണലി എടുക്കാൻ പറ്റിയ സപ്ലിമെന്റ് എന്ന് ഉദ്ദേശിച്ച് ആണ് ചോദിച്ചതെങ്കിൽ ഗ്ലൂട്ടത്തൈൻ പോലെ തന്നെ അല്ലെങ്കിൽ അതിലും പവർഫുൾ ആയിട്ടുള്ള പല ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ലൈക്ക് NAD എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം ഒരു വെൽനസ് ട്രിപ്സിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. ഇപ്പൊ NAD എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലുലാർ എനർജൈസർ ആണ്. സെല്ലിന്റെ ഒരു കറൻസി, ഒരു മെറ്റബോളിക് കറൻസിയാണ് ATP. ഇത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റബോളൈറ്റ് ആണ് NAD, നിക്കോട്ടിനമൈഡ് ഡൈന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞൊരു പദാർത്ഥമാണ്. അപ്പൊ ഇത് നമുക്ക് IV ആയിട്ട് എടുക്കാൻ പറ്റും. ഓറലി നമുക്ക് ഇത് ഡോക്ടറാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് അറിയേണ്ട കാര്യമില്ല. സോ ഗൈസ്, നിങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. കൊണവധികാരമായിട്ടോ കൊണയടിക്കുന്നതായിട്ടോ ഇവന് വേറെ പണിയൊന്നുമില്ല ചുമ്മാ ഇരുന്നിട്ട് ഏതൊക്കെയാണെന്നോ. പിന്നെ കഴിഞ്ഞ ദിവസം ആരോ എന്നെ കഷണ്ടി കയറി എന്നൊക്കെ പറയുന്നു. ഞാനിതിൽ വളരെ ഹാപ്പിയാണ്. 2 മക്കളുണ്ട്, കുടുംബമുണ്ട്, പിന്നെ എന്താണ് എന്തോ. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ മറ്റേ കളറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അത് പറഞ്ഞ ആളെ ഞാൻ അപമാനിക്കാനോ കളിയാക്കാനൊന്നും അല്ല. സോ അറിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചോദിച്ചത്, ഈ കഷണ്ടി ഇരുന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഇവിടുത്തെ പ്രൈം ഇഷ്യൂ എന്ന് പറയുന്നത് കുറേയധികം ഈ ശില്പ ബാലയെ പോലെ അടക്കം നേരത്തെ മറ്റേ ആ കൊച്ചിൻ്റെ പേരുണ്ടല്ലോ, ഗയാന്തികയോ എനിവേ പേര് എനിക്കറിയാം, അതിൻ്റെ ഉച്ചാരണം എനിക്കറിയില്ല. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് അവർ നാളുകൾക്ക് പുതിയ സാധനങ്ങൾ ആരൊക്കെ കൊടുക്കുന്നത് കൊണ്ടൊന്ന് നേരിട്ട് ഈ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി ഒരുപാട് പൈസയും വാങ്ങിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അവർ നല്ല പൈസയും വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് മറ്റ് വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്നിട്ട് അവർ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഓരോ ആഴ്ചകൾ തോന്നും ഓരോ സാധനങ്ങൾ കുടിച്ചും മുഖത്ത് തേച്ചും ഒക്കെ കാണിക്കും. കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഒന്ന് ചാറ്റ് GPT ഗ്രോക്കിനോടോ ജെമിനയോടോ ഒക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇതൊക്കെ സ്കിൻ അബ്സോർബ് ചെയ്ത് ഈ സാധനമൊക്കെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളൊരു
ടൈഗർ ബാമോ അല്ലെങ്കിൽ ഒരു വിക്സോ മറ്റെന്തെങ്കിലും സാധനം ഇടുന്നത് എവിടെയാണ്? നിങ്ങളുടെ പുറത്താണ് ഇടുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് ഹീലാവുന്നു? നിങ്ങൾ മൂവ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ശരീരത്തിൽ അടിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അവിടുത്തെ പെയിൻ പെട്ടെന്ന് ഇല്ലാതാവുന്നു? കോക്സ് ഇൻഹിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതാ പറഞ്ഞ ഒരു തരത്തിലുള്ള മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ വന്നിരുന്ന ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അത് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം എന്നുള്ള യാതൊരു തിരിച്ചറിവും ബോധമൊന്നും ഇല്ലാത്ത അവർക്ക് കിട്ടുന്ന പൈസയുടെ കാരണം പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ കലക്കിയിട്ട് അങ്ങ് കുടിക്കും, എന്നിട്ട് കാണിച്ചു തരും. ഇത് ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ മലയാളികളെ, അടുത്ത കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നതേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള താല്പര്യമുള്ള നിങ്ങളുടെ ജീവിതത്തിനെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ അടുത്ത കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഡോക്ടറെ കണ്ടുകൂടാ? നിങ്ങളൊരു ഡോക്ടറോട് പോയി സംസാരിക്കൂ, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ടാനിങ് മാറാനാണോ, പിഗ്മെൻറ്റേഷൻ്റെ ഇഷ്യൂസ് ആണോ, അതൊക്കെ നമുക്ക് മാറാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. വെള്ളം കുടിച്ചാൽ ഹൈഡ്രേറ്റ് ചെയ്താൽ തന്നെയും കുറേയധികം പ്രോബ്ലംസ് മാറും. നിങ്ങൾ അവക്കാഡോ കഴിക്കൂ. പിന്നെ വേറെ സാധനമുണ്ട്, നിങ്ങൾ അത്യാവശ്യം ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലാത്ത ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ കഴിക്കൂ. അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബോഡി. പിന്നെ ഷുഗർ കുറച്ച് നാളത്തേക്ക് ഷുഗറൊക്കെ ഒന്ന് കുറയ്ക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ, നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സംഭവത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഫേസൊക്കെ കുറച്ചുകൂടെ സെറ്റാവും. അതിന് നിങ്ങൾ ഈ കുറുക്ക് വഴി തിരഞ്ഞെടുക്കരുതേ പ്ലീസ്. പിന്നെ ഈ പറയുന്ന എല്ലാ ടീമുകളും വരുന്നതോ അവരുടെ റിയൽ ഫേസ് മറച്ചു വെച്ചുകൊണ്ട് നല്ല ഫിൽറ്റർ ഇട്ടിട്ടാണ് വരുന്നത്. ചുമരിൻ്റെ കളർ ഏത്, മുഖത്തിൻ്റെ കളർ ഏതെന്ന് അറിയാത്ത രീതിയിലാണ് ഇവർ ഫിൽറ്റർ വാരി കൂട്ടുന്നത്. എന്നിട്ട് അത് നിങ്ങൾ വിശ്വസിക്കും. എനിക്ക് ഈ പാവപ്പെട്ട ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവരോട് അവരുടെ നിറത്തിനെക്കുറിച്ച് റേസിസം എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കും. റേസിസ്റ്റ് വില്യം ഫ്ലോയിഡ് മറ്റേ അവിടെ അമേരിക്കയിൽ അന്ന് കറുത്തവർക്കാരനെന്ന് പറഞ്ഞിട്ട് കൊല വിളിച്ചല്ലോ അവിടുത്തെ പോലീസ്. ഇന്നും ലോകം മുഴുവൻ ഇപ്പം സഞ്ചരിക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഇന്ത്യക്കാരൻ ആ രാജ്യത്ത് പോകുമ്പോഴേക്കും ഇന്ത്യക്കാരനെ മാറ്റുന്നതൊക്കെ കളറിങ്ങനെ ആയതുകൊണ്ട് റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പല ഓക്കെ. അപ്പം നമ്മുടെ കളറിൻ്റെ സംഭവം ഇങ്ങനെയാണ്. നമുക്ക് ഈ സൂര്യപ്രകാശത്തിൻ്റെ ഒരു ലഭ്യത കൂടുതൽ കാരണം ബോഡി റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്കിൻ കളർ ഇരിക്കുന്നത്. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെലാനിനെ കൺട്രോൾ ചെയ്യാനോ മെലാനിനെ കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനം ഡോക്ടറിൻ്റെ അടുത്ത് യാതൊരു നിർദ്ദേശം ഒന്നുമില്ലാതെ കണ്ടവർ പറയുന്ന സാധനം മാച്ചു. നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ലിവർ, നിങ്ങളെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യത ഉണ്ടാകുന്ന ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ച് വരുത്തരുത്. കുറേ വീഡിയോസ് ഇട്ടു, ഈ കൊണ അടിക്കുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. ഇമോഷണലായിട്ട് സംസാരിച്ചതല്ല, വളരെ ഉത്തരവാദിത്തോട് സംസാരിച്ചതാണ്. ഒരു പൗരൻ എന്നുള്ളതിൽ വല്ലാത്ത വിഷമം തോന്നുന്നു. ഇതിനൊക്കെ ഒരു നിയമ സംവിധാനം ഈ നാട്ടിൽ ഇല്ലെന്ന് ആലോചിച്ചിട്ട്. ഓക്കെ, ഞാനും കുറച്ച് കാലം മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ഈവൻ ഒരു പാരസെറ്റമോൾ ആയിക്കോട്ടെ, ഒരു ഡൈക്ലോഫിനാക് ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഈവൻ ഒരു കഫ് സിറപ്പ് ആയിക്കോട്ടെ, അതിനകത്തുള്ള CPM ക്ലോറോഫിലമിൻ മാലിയേറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ പല സാധനങ്ങളിൽ അതിൻ്റെ ഒരു മോളിക്യൂൾ, ഒരു കണ്ടന്റ്, ആ സാധനം ബോഡിയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് പോലും അറിയാത്തവരാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് തള്ളുന്നത്. ഇനി പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ എല്ലാ സാധനങ്ങളും നിങ്ങളങ്ങോട്ട് വിറ്റ് തീർത്താൽ പോരെ. സോറി. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ. ബൈ.